കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിയുടെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഭാഗമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗം കൂടിയാണിത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടോപ്പിക്കാണിത്. 10 മാർക്കിനുള്ള essay ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും അതുപോലെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും പിന്നെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ചുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ 10 മാർക്കിനുള്ള essay ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഭാഗം ഇപ്പോൾ പറഞ്ഞ എല്ലാ ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ. ഭൂമിയിൽ പിറവിയെടുക്കുന്ന ഏതൊരു മനുഷ്യനും അർഹതപ്പെട്ട മനുഷ്യനിൽ അന്തർലീനമായ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ അവകാശങ്ങൾ മനുഷ്യൻ്റെ ജാതിയോ മതമോ ഭാഷയോ ദേശമോ വർഗമോ ലിംഗവ്യത്യാസമോ മറ്റ് പദവികളോ ഒന്നും തന്നെ പരിഗണിക്കാതെ മനുഷ്യരിൽ തന്നെ അന്തർലീനമായ അവകാശങ്ങളാണ്. ഉദാഹരണം: ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, സ്വാതന്ത്ര്യം, ഭക്ഷണം എന്നിവയാണ്. 1948 ഡിസംബർ മാസം 10-ാം തീയതി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക അംഗീകരിച്ചതോടുകൂടിയാണ് മനുഷ്യാവകാശങ്ങൾക്ക് അന്താരാഷ്ട്ര മാനം കൈവരുന്നതും സാർവദേശീയമായിട്ട് അംഗീകരിക്കപ്പെടുന്നതും. മനുഷ്യാവകാശങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്: 1. സാർവദേശീയമായതും അന്യം നിന്ന് പോകാത്തതുമാണ്. 2. അവിഭാജ്യമായതും പരസ്പരം ബന്ധപ്പെട്ടതുമായിരിക്കും. 3. തുല്യമായതും വിവേചനരഹിതമായതുമായിരിക്കും. 4. മനുഷ്യാവകാശങ്ങൾ ഒരേ സമയം അവകാശങ്ങളും കടമകളുമാണ്. നെക്സ്റ്റ്, വൈ ഹ്യൂമൻ റൈറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് മനുഷ്യാവകാശങ്ങൾ പ്രസക്തമാകുന്നത്? പോയിന്റ്സ് ആയിട്ട് പറയാം. ഫസ്റ്റ് പോയിന്റ്: അടിസ്ഥാനപരമായ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് മനുഷ്യാവകാശങ്ങളാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മരുന്നുകൾ, വെള്ളം എന്നിവയെല്ലാം മനുഷ്യർക്ക് ഉറപ്പാക്കുന്നത് മനുഷ്യാവകാശങ്ങളാണ്. നെക്സ്റ്റ്, ശാരീരികമായും മാനസികമായും വൈകാരികമായുമൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്നും മനുഷ്യാവകാശങ്ങൾ സംരക്ഷണം നൽകുന്നു. 3-ാമത്തെ പോയിന്റാണ്: സമൂഹത്തിലെ അഴിമതി തടയുന്നതിന് ജനങ്ങളെ പ്രാപ്തരാക്കാൻ മനുഷ്യാവകാശങ്ങൾ സഹായിക്കുന്നു. നെക്സ്റ്റ്, സംസാരിക്കാനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിക്കാനും പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും നിശബ്ദമാകേണ്ടടുത്ത് നിശബ്ദരാകാനും മനുഷ്യാവകാശങ്ങളെ പറ്റിയുള്ള അവബോധം നമ്മളെ സഹായിക്കുന്നു. 5. മതവിശ്വാസം പ്രചരിപ്പിക്കാനും പ്രചരിപ്പിക്കാതിരിക്കാനുമുള്ള അവകാശം മനുഷ്യാവകാശങ്ങൾ നൽകുന്നുണ്ട്. 6-ാമത്തേതാണ് തങ്ങൾ തിരഞ്ഞെടുക്കുന്നവരെ സ്നേഹിക്കുവാനുള്ള അവകാശം മനുഷ്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. അതായത് ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. നെക്സ്റ്റ് പോയിന്റാണ്: തുല്യമായ തൊഴിലവസരങ്ങൾ മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. നെക്സ്റ്റ്, വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ മനുഷ്യാവകാശങ്ങൾ ഒരുക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്: മനുഷ്യാവകാശങ്ങൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റാനുള്ള സാർവദേശീയമായ മാർഗനിർദ്ദേശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അതായത് ഈ അവകാശങ്ങളെ അവരവരുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കേണ്ട വിധം അവ സംരക്ഷിക്കേണ്ട വിധവും ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം, ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്.
മനുഷ്യാവകാശങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണിത്. 1948 ഡിസംബർ മാസം 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി അംഗീകരിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നത് ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലെയും ജനതയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാനപരമായ 30 അവകാശങ്ങളാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വകുപ്പുകൾ നോക്കാം. ഫസ്റ്റ് വൺ, ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കുമുള്ള അവകാശം. നെക്സ്റ്റ്, ഒരാളെയും അടിമയാക്കുകയോ അടിമത്തത്തിലേക്ക് നയിക്കുകയോ ചെയ്യരുത്. അടിമത്തവും അടിമക്കച്ചവടവും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വിലക്കപ്പെട്ടിരിക്കുന്നു. ഒരാളെയും പീഡിപ്പിക്കുകയോ ക്രൂരമായോ മനുഷ്യത്വത്തിന് നിരക്കാത്ത തരത്തിലോ ശിക്ഷിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, നിയമത്തിന് മുമ്പിൽ ഒരു വ്യക്തിയായി തിരിച്ചറിയപ്പെടാനുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കുമുണ്ട്. അതായത് എന്താണ്, നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ്. നെക്സ്റ്റ് പോയിന്റ്, ഒരാളെയും സ്വേച്ഛാധിപത്യപരമായി അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വയ്ക്കുകയോ നാടുകടത്തുകയോ ചെയ്യരുത്. നെക്സ്റ്റ്, ഓരോ രാഷ്ട്രത്തിൻ്റെയും അതിർത്തിക്കുള്ളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനും താമസിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ഏതൊരാൾക്കും ഏതൊരു രാഷ്ട്രവും ഉപേക്ഷിക്കാനും തിരികെ വരാനുമുള്ള അവകാശവുമുണ്ട്. ഏതൊരാൾക്കും കോടതി വ്യവഹാരങ്ങളിൽ നിന്നും അഭയം നേടാനായി മറ്റു രാഷ്ട്രങ്ങളെ അന്വേഷിക്കാനും അഭയം നേടാനുമുള്ള അവകാശമുണ്ട്. ഏതൊരാൾക്കും ഒരു രാഷ്ട്രത്തിൻ്റെ പൗരത്വത്തിന് അർഹതയുണ്ട്. നെക്സ്റ്റ്, ഒരു നിശ്ചിത പ്രായമെത്തിയ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അവരുടെ ജാതിയോ മതമോ വംശമോ ദേശീയതയോ പരിഗണിക്കാതെ വിവാഹം കഴിക്കാനും കുടുംബജീവിതം നയിക്കാനുമുള്ള അവകാശമുണ്ട്. വിവാഹത്തിനും വിവാഹവേളകളിലും വിവാഹാനന്തരവും സ്ത്രീ പുരുഷന്മാർക്ക് തുല്യ അവകാശമാണുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, ഏതൊരാൾക്കും ചിന്താ സ്വാതന്ത്ര്യവും മനസ്സാക്ഷി സ്വാതന്ത്ര്യവുമുണ്ട്. അതുപോലെ സ്വന്തം മതവും വിശ്വാസവും മാറ്റുന്നതിനുള്ള അവകാശവും ഉണ്ട്. ഏതൊരാൾക്കും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഏതൊരാൾക്കും സമാധാനപരമായി സമ്മേളിക്കാനും സംഘടനകൾ രൂപീകരിക്കാനുമുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഏതൊരാൾക്കും വിശ്രമത്തിനും വിശ്രമവേളകൾ ആനന്ദകരമാക്കാനും ഇടവേളകളോടുകൂടിയുള്ള ശമ്പളമുള്ള അവധി ദിവസങ്ങൾ അനുഭവിക്കാനുമുള്ള അവകാശങ്ങളുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. അതുപോലെ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള അവകാശം രക്ഷിതാക്കൾക്കുണ്ട്. മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഈ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഏതെങ്കിലും വ്യക്തിയോ ഏതാനും വ്യക്തികളോ സംഘടനകളോ രാഷ്ട്രമോ ഒരു കാരണവശാലും വ്യക്തികൾക്ക് നിഷേധിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് മൊഡ്യൂളുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.